അതല്ലേ പുറകോട്ട് എടുക്കേണ്ടി വരും. നല്ല ഒഴുക്കുണ്ട് സാറേ. കണ്ടറിയാം, നമുക്ക് കണ്ടറിയാം നല്ല ഒഴുക്കുണ്ടെന്ന് ഈ വെള്ളത്തിന്റെ പോക്ക് കണ്ടറിയാം. അല്ല, അതെല്ലാം മനസ്സിലാക്കിയിട്ട് വടത്തിന്റെ സപ്പോർട്ടിലേ പോവുള്ളൂ. ടീമിന്റെ സപ്പോർട്ടിൽ മരത്തേക്ക് കിട്ടിയിട്ടും അതുപോലെ ഫയർഫോഴ്സുകാരും പോലീസും ഒക്കെ തരുന്ന വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തരുന്ന നിർദ്ദേശം പാലിച്ചുകൊണ്ട് സാഹസികമായിട്ടുള്ള ഇതാണ് ഏർപ്പാട്. ഒന്ന് നോക്കണം. വെള്ളം എന്ന് പറഞ്ഞാൽ വലിയ വെള്ളം വേണ്ട, ഒരു അപകടം വരാൻ മൂക്ക് മുങ്ങിയാൽ മതി. പക്ഷെ നീന്തൽ അറിയാവുന്നവർക്ക് അത് കൈകാര്യം ചെയ്യാം. താഴേക്ക് പുഴയുടെ അവിടെ വരെ ഒന്ന് നോക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പോലീസിനോട് ഇരിട്ടി പോലീസിനോടും കൂടെ പറഞ്ഞിട്ട് പുഴയുടെ സൈഡിൽ താഴേക്കുള്ള പുഴയുടെ മനസ്സിലായോ, നല്ല ഒഴുക്കുണ്ടെങ്കിൽ ഒരാളെ അടിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഒന്നും നിൽക്കണമെന്നില്ല. ചിലപ്പോൾ ആള് ഇത് കുറ്റിയിലോ കയറ് ഇവിടെ മാത്രമായിട്ട് നിൽക്കരുത്. ഞാൻ പബ്ലിക്കിന്റെ ആത്മാർത്ഥതയും സാഹസിക മനോഭാവത്തെയും നമ്മൾ എതിർക്കണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമായിട്ട് വരില്ല. ഞാനതാ പറഞ്ഞ ചൂരൽമലയിലോ ഏത് സംഭവം ഉണ്ടായാലും ഇപ്പം കല്ലാടിയിലുണ്ടായതിൽ നാട്ടുകാരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പറ്റില്ല. പക്ഷെ ഇറങ്ങുന്നവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം അവർക്കാണ്. സഹായത്തോടെ അപ്പുറത്തേക്കും കൂടെ നോക്കുക. മനസ്സിലായോ? ഇൻഫർമേഷൻ കൊടുത്താണ് സെർച്ച് ചെയ്യാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സാർ. പിന്നെ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് അങ്ങനെ പോയി നോക്കുന്നെങ്കിൽ അവിടുത്തെയുള്ള പഞ്ചായത്ത് മെമ്പറോടൊക്കെ ചോദിച്ചിട്ട് ഒന്ന് പുഴത്തീര അപ്പുറം ഇപ്പുറം കവർ ചെയ്യണം. കാരണം പുഴക്കുന്നിൻ്റെ കൂടെ പുഴത്തീര പായം വരെ എങ്ങനെയൊന്നും കവർ ചെയ്ത് നിരോധിക്കണ്ട. അപ്പം ഞാനിപ്പോൾ പരിഭാഷയോട് ചോദിച്ചപ്പോൾ ഞാൻ ഓർമ്മിച്ച പെട്ടെന്ന് നമ്മൾ ചൂരൽമലയിലെ സംഭവത്തിനൊക്കെ നാട്ടുകാരിറങ്ങി, യുവാക്കളിറങ്ങി, എല്ലാ ഭാഗത്തും ആൾക്കാരിറങ്ങി. ഇറങ്ങുന്നതിനെ തടയാനും പറ്റില്ല. ഇറങ്ങുന്നത് ആരുടെ അനുവാദത്തോടു കൂടിയല്ല, അവരവരുടെ ഉത്തരവാദിത്വത്തിലാണ് ഇറങ്ങുന്നത്. കഴിവുള്ളവർ, നന്നായിട്ട് നീന്തലറിയാവുന്നവർ, ആരോഗ്യമുള്ളവർ, അതിനുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർ, പരിചയമുള്ളവർ ഇറങ്ങുന്നതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ ചില കേസുകളിൽ കഴിഞ്ഞാൽ വലിയ ഒഴുക്കില്ലാതെ അതിർത്ത് തന്നെ ഉണ്ടാവും. ആ സമയത്ത് ഒഴുക്കുള്ള സ്ഥലത്ത് ഇപ്പം തന്നെ അതാ ഞാൻ ചോദിച്ചത് എത്ര വെള്ളം ഉണ്ടായിരുന്നു ചോദിച്ചത്. ഈ ഇന്നത്തെ ഇപ്പം തന്നെ ഇവിടെ നല്ല ഒഴുക്കാണ്. ഇന്നത്തെ ഒഴുക്ക് ഫുൾ വെള്ളം. ഇവിടെ എത്ര വെള്ളമുണ്ട് ഇപ്പം? എവിടെയെങ്കിലും കാര്യമായിട്ട് അങ്ങനെ ഒഴുക്കില്ലാതെ നമ്മൾ എവിടം വരെ പരതി നോക്കി? ഏകദേശം ഒരു 500 മീറ്റർ താഴെ വരെ നമ്മൾ അത്രേ ഉള്ളൂ. ആ താഴേക്കുള്ളത് അവിടെ ഒരു ചപ്പാത്തി പുഴയിലേക്ക് മുട്ടുന്നിടം വരെ മൈത്രി ഭവന്റെ അടുത്താണ് മുട്ടുന്നത്. ആ ജംഗ്ഷൻ ആ പരിസരത്ത് കാഞ്ഞിരപ്പുഴ വരെ പോയി. കാഞ്ഞിരപ്പുഴ വരെ നമ്മളെ ടീം പോയി. അത് പുഴയുടെ വരെ നോക്കണം. നമുക്ക് അറിയാവുന്നവർ, നല്ല ധൈര്യമുള്ളവർ നമ്മളെ ഈ സ്ഥിരമായിട്ട് ഈ പുഴയിൽ ഇറങ്ങി പുഴയിൽ കുളിക്കുന്ന പുഴയുടെ ആഴങ്ങളും ചുഴികളും അറിയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഇറങ്ങി പരിശോധിക്കാൻ കുഴപ്പമില്ലല്ലോ. അവർക്ക് ഈ പുഴയെ കുറിച്ച് അറിയാം. നമ്മളിപ്പോ സർഫസ് സർജയാണ് സാറേ ചെയ്യുന്നത്. മുങ്ങിട്ട് താഴേക്ക് നോക്കുന്നില്ല. അതിനുള്ള വെള്ളത്തിലാണെന്നറിയോ, മുങ്ങി താഴേക്ക് നോക്കിയിട്ട് കാര്യം കാണാൻ പറ്റില്ലല്ലോ. ഞാൻ ഇടക്കാനത്ത് വ്യൂ പോയിന്റ് ഉണ്ട് തെളിഞ്ഞ വെള്ളത്തിൽ. അവിടെ കുളിക്കാൻ വന്ന ആളെ കാണാതായിട്ട് ഒരുപാട് മുങ്ങൽ വിധത്തിൽ മുങ്ങിയിട്ടൊന്നും കിട്ടിയില്ല. അവർ മുങ്ങി താഴെന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളമായതുകൊണ്ട് നല്ല ആഴമുള്ള ഇടയ്ക്ക് മുങ്ങി താഴുക. പക്ഷെ മുങ്ങൽ വിധത്തിൽ വന്നിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ മുങ്ങി കാണേണ്ട കാര്യമില്ല.
കാരണം കലക്കമുള്ളതായതുകൊണ്ട് അടുത്ത് കാണാൻ പറ്റില്ല. വേറെ ഉപകരണമൊന്നുമില്ലല്ലോ, ശ്വാസം കിട്ടേണ്ട ഉപകരണമൊന്നുമില്ല. അങ്ങനെ വിദഗ്ധരാൻ ആരും വന്നിട്ടുണ്ടോ? വിദഗ്ധരായിട്ടുള്ള അല്ല, നമ്മുടെ സ്റ്റേഷനിൽ തന്നെ സ്കൂബ ടീം ഉണ്ട് സാർ. അപ്പോൾ ഈ ഇതുപോലെയുള്ള വെള്ളത്തിൽ നമുക്ക് ഡൈവ് ചെയ്യാൻ ഡൈവ് ചെയ്യാനില്ല, കലക്കമുള്ളത്തിൽ ഡൈവ് ചെയ്യാൻ പറ്റില്ല. ഇല്ല സാർ. ഇവിടെ തൊണ്ടിപ്പുഴയിൽ കാണാതായ അനീഫയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇവിടത്തെയും അതുപോലെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം നാട്ടുകാരുടെയും കൂടെ പങ്കാളിത്തത്തോടു കൂടി അതിൻ്റെ തെരച്ചിൽ ശ്രമം തുടരുന്നു. കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സാധാരണയിൽ അനീഫ ഒരു നീന്തൽ വിദഗ്ധൻ തന്നെയായിരുന്നു. ഞാൻ സാഹസികമായിട്ട് പുഴയിലൊക്കെ ഇറങ്ങുന്ന ആളാണ്. എന്തായാലും അപ്പോൾ കാണാതായിട്ട് ഇപ്പോൾ 24 മണിക്കൂറാണ്. ആശങ്കയുണ്ട്, എന്നാലും തെരച്ചിൽ തുടരുകയാണ്.